നിന്നോട് പലതവണ പറഞ്ഞിട്ടില്ലടാ ഈ വൃത്തികേട് ചെയ്യരുതെന്ന്. എന്ത്? ഓ, ഇനി അതെന്താണെന്ന് ഞാൻ വിവരിക്കണോ? ആശാൻ എന്തിനാണ് രാവിലെ തന്നെ ചൂടാവണത്? ഞാൻ എന്ത് ചെയ്തെന്നാണ് ആശാൻ പറയണേ? എടാ, അപ്പുറത്തെ വീട്ടിലെ ചേട്ടനെ എന്നും പരാതിയാണ് നിന്നെ ഞാനിവിടെ ജോലിക്ക് വെച്ചതിന്. നീ ഇവിടെ ഉള്ളതുകൊണ്ടേ ആ ചേട്ടന്റെ ഭാര്യയ്ക്കും മക്കൾക്കും അവിടെ ഉടുതുണി മാറാൻ പറ്റുന്നില്ലെന്ന്. ആദ്യം മര്യാദയ്ക്ക് ഓട്ടയില്ലാത്ത വീട് പണിയാൻ പറ. എന്താ? അതെ, ആശാൻ അനാവശ്യം പറയരുത്. മാന്യവും മര്യാദയ്ക്ക് തന്നെയാ ഞാനും ജീവിക്കണേ. ഉവ്വ, നിന്റെ മാന്യം മര്യാദയൊക്കെ നാട്ടില് പാട്ടാണ്. നാണാവില്ലടാ നാട്ടുകാരെ കൊണ്ട് അതും ഇതൊക്കെ പറയിപ്പിക്കാൻ. അല്ല, ഈ കട്ടിലിന്റെ പണി ഇതുവരെ കഴിഞ്ഞില്ലേ? ഇല്ല, ഇത് ആശാരിപ്പണിയാണ്. ഏച്ചു കൂട്ടാൻ ഇത്തിരി സമയമെടുക്കും. ഇത്തിരി സമയല്ലേ? ഇതിപ്പോ ഒത്തിരി സമയായല്ലോ. ഞാൻ തീർത്ത് തരാം. ഓ, പിന്നെ എനിക്കിന്ന് ഇത്തിരി നേരത്തെ പോണം. നേരം വൈകിയാ വരുന്നേ. ഇനി നേരത്തെ പോകണമെന്നും കൂടി പറഞ്ഞ? ഇന്നിത്തിരി അത്യാവശ്യമുള്ളതുകൊണ്ടാ. എന്താണാവോ ഇത്ര വലിയ അത്യാവശ്യം? പീലാത്തോസിന്റെ കൊട്ടാരത്തിൽ പോണം. പീലാത്തോസിന്റെ കൊട്ടാരത്തിലോ? എന്താ ഒരു പുണ്യം! എനിക്കെന്താ പീലാത്തോസിന്റെ കൊട്ടാരത്തിൽ പോകൂടെ? ഓ, പീലാത്തോസ് നിന്റെ അമ്മായിയുടെ മകനാണെന്ന് ഞാൻ മറന്നു. ദേ ആശാനെ, ഊതല്ലേ. ഇന്നെനിക്കൊരു സാക്ഷി പറയാനുണ്ട്. സാക്ഷി പറയാനോ? കള്ളസാക്ഷി എന്ന് പറയടാ. ആർക്കെതിരെയാണാവോ? ആരായാലെന്താ, പണം കിട്ടിയാ പോരെ. മത്തിയാസേ, ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് നിർത്താറായില്ലേ? നിർത്താനോ? എനിക്ക് സമ്പാദിക്കണം. കൈ നിറയെ പണം വേണം. പണം? എടാ, പണത്തിനേക്കാൾ വലുത് മറ്റു പലതും ആണെന്ന് നീ മറക്കരുത്. അതൊന്നും എനിക്കറിയില്ല. ഈ ലോകത്ത് വലിയവനാകാൻ പണം വേണം. കയ്യിൽ പണമുണ്ടോ എനിക്ക് തരാൻ? എങ്കിലല്ല ഈ നിമിഷം ഞാൻ ഉപേക്ഷിക്കും. എങ്കിലെനിക്ക് പോയേ തീരൂ. പിന്നെ ശിമയോന്റെ വീട്ടിൽ കുറച്ചുകൂടി തടിയുണ്ട്. ദേ, ഇതിന്റെ ബാക്കി അതിങ്ങോട്ട് കൊണ്ടുവരണം. അത് ഞാൻ എത്തിക്കാം. അപ്പോ നാളെ കാണാം. തിരക്കാണോ അന്ത്രയോസേ? അല്ല, ഇതാര്? ലൊങ്കിനോസോ? എത്ര നാളായടാ കണ്ടിട്ട്? ഒന്നും പറയണ്ട, തിരക്കാടാ. നിന്ന് തിരിയാൻ സമയമില്ല. ഒരു റോമൻ പടയാളിയുടെ തിരക്ക് നിനക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. യുദ്ധവും ശിക്ഷ നടപ്പാക്കലും ഒക്കെ. അതൊരു ലോകം. ഞാൻ വിചാരിച്ചു നീ വഴിയെല്ലാം മറന്നെന്ന്. എനിക്കങ്ങനെ മറക്കാൻ പറ്റുവാടാ നിന്നെ? നടന്ന വഴികളൊന്നും മറക്കുന്നവനല്ല ലൊങ്കിനോസ്. പണ്ട് യുദ്ധത്തിൽ പരിക്കേറ്റ് കിടന്നപ്പോ തിരിഞ്ഞു നോക്കാൻ ആരും ഉണ്ടായില്ല. അവിടെ കിടന്ന് ചത്തുപോകേണ്ടിയിരുന്ന എന്നെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന നിന്നെ ഞാൻ എങ്ങനെയാടാ മറക്ക? ഒറ്റക്കണ്ണനായിട്ടാണെങ്കിലും ലൊങ്കിനോസ് ഇപ്പോഴും ജീവിക്കുന്നുണ്ട് അന്ത്രയോസ്. നീ ആകെ മാറിപ്പോയി. സത്യം, മാറിയതല്ല, മാറ്റിയതാണ് എൻ്റെ ജീവിതാനുഭവങ്ങൾ. ഇപ്പോൾ ഓരോ ശിക്ഷ നടപ്പാക്കുമ്പോഴും ഒരുതരം ലഹരിയാ. പണ്ട് രക്തം കണ്ട് പേടിച്ചിരുന്ന ലൊങ്കിനോസ് അല്ല എന്ന്. പച്ചമാംസത്തിൽ കുന്തം കുത്തിയിറക്കുമ്പോൾ മനസ്സ് മുഴുവൻ സന്തോഷമാ. ഒരുതരം വൃത്തികെട്ട സന്തോഷം. നിനക്കിത് എന്തു പറ്റി? നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ആയിരുന്നില്ല, എന്നാൽ ഇന്നിങ്ങനെയാണ്.
മനസ്സിൽ വിശുദ്ധിയും നിഷ്കളങ്കതയും സൂക്ഷിക്കുന്ന ഒരാൾക്ക് ഒരു പടയാളിയാകാൻ കഴിയില്ല അന്ത്രയോസ്. ഒരിക്കലും ആരെയും കൊല്ലാനും കഴിയില്ല. എൻ്റെ മനസ്സിൽ നിന്നും ആ നിഷ്കളങ്കതയും വിശുദ്ധിയുമൊക്കെ എന്നേ നഷ്ടപ്പെട്ടു. ലൊങ്കിനോസ്, അത് പോട്ടെ. നിനക്കൊരു ജോലി തരാനാ ഞാനിപ്പോൾ വന്നേ. എത്രയും പെട്ടെന്ന് ഒരു കുരിശുണ്ടാക്കണം. കുരിശോ? അതെ, കുരിശ്. ഇതുവരെ ആരുമുണ്ടാക്കാത്തത്ര കനത്തിൽ, ഏറ്റവും നല്ല തടി കൊണ്ട്. പണം എത്ര വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ, എല്ലാ ചിലവും വഹിക്കാൻ ഒരു ജനം തന്നെ പിന്നിലുണ്ട്. ആർക്ക് വേണ്ടിയത്? ബറാബാസിനാണോ? ബറാബാസ്. ഞാനും അവനെയാ ഇതിൽ പ്രതീക്ഷിച്ചേ. അവന്റെ ചങ്കിൽ കുത്തിയിറക്കാൻ ഒരു കുന്തവും മൂർച്ചുകൂട്ടി വെച്ചിരുന്നു. പക്ഷേ തിരുനാളിന്റെ പേരും പറഞ്ഞ് അവൻ രക്ഷപ്പെട്ടു. പിന്നെ ആരാ? യേശു. യേശുവോ? അതെ, യേശു. ജനത്തെ വഴിപിഴപ്പിച്ചവൻ, സ്വയം ദൈവമാണെന്ന് അവകാശപ്പെട്ടവൻ. അങ്ങനെ എത്രയെത്ര കുറ്റങ്ങളാ അവന്റെ പേരിൽ. ഇല്ല, ആ മനുഷ്യനൊരു പ്രവാചകനാണ്. പ്രവാചകനോ? അതെ, രോഗികളെ സുഖപ്പെടുത്തുന്ന, പിശാചുകളെ പുറത്താക്കുന്ന, എന്തിന് മരിച്ചവരെ പോലും ജീവിപ്പിക്കുന്ന പ്രവാചകൻ. പ്രവാചകൻ? ഏത് പ്രവാചകനാ ജനങ്ങളെ വഴിതെറ്റിച്ചിട്ടുള്ളത്? സ്വയം ദൈവമാണെന്ന് അവകാശപ്പെട്ടിട്ടുള്ളത്? സീസറിന് നികുതി കൊടുക്കരുതെന്ന് അവൻ പറഞ്ഞു. ഒരു പ്രവാചകൻ. ബറാബാസ് ആയാലും യേശു ആയാലും നമുക്കെന്താ? ശിക്ഷിക്കുമ്പോൾ ബന്ധുക്കളില്ല, മിത്രങ്ങളില്ല. നിയമത്തിന് മുന്നിൽ എല്ലാം സമന്മാർ. ഇല്ല, യേശുവിനെ തറച്ചുകൊല്ലാൻ ഞാൻ കുരിശുണ്ടാക്കില്ല. അന്ത്രയോസ്, ഉറ്റ സുഹൃത്ത് സ്നേഹത്തോടെ ഏൽപ്പിക്കുന്ന ജോലിയല്ലിത്. ഒരു റോമൻ സൈനികനെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് നീ ഇത് ചെയ്തേ പറ്റൂ. കിടക്കുന്നത് കണ്ടോ? നാണമില്ലാത്തവൻ. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. രാജാവാണ്, രാജാവ്. നീ ദേവാലയം നശിപ്പിച്ചിട്ട് 3 ദിവസം കൊണ്ട് അത് വീണ്ടും പണിയുന്നവനല്ലേ? കാണിക്ക് നിന്റെ കഴിവ്. ആ കുരിശിൽ നിന്നും താഴേക്ക് ഇറങ്ങി വാ. അയ്യോ പാവം. ഇവൻ ദൈവത്താ തെരഞ്ഞെടുക്കപ്പെട്ട മിശിഹ ആണെന്നല്ലേ പറഞ്ഞേ? ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെ രക്ഷിക്കാൻ പറ്റുന്നില്ല. ഒരു മിശിഹ. വലിയ അത്ഭുത പ്രവർത്തകനല്ലേ? മരിച്ചവരെ പോലും ജീവിപ്പിക്കുന്നവൻ. ഇവിടെ കാണിക്കേ നിന്റെ അത്ഭുതം. ഇവൻ ദൈവത്തിൽ ആശ്രയിച്ചിരുന്നല്ലോ. ദൈവപുത്രനാണെന്നല്ലേ പറഞ്ഞിരുന്നേ? ദൈവം ഇവനെ രക്ഷിക്കോ എന്ന് നോക്കാം. രക്ഷിക്കുവാളെ നമുക്ക് ഇവനിൽ വിശ്വസിച്ചേക്കാം. നിർത്ത്. എന്താ ഇവിടെ ഒരു ബഹളം? ഇത് റോമൻ നിയമം അനുസരിച്ച് ശിക്ഷ നടപ്പാക്കുന്ന സ്ഥലമാണ്. ഞങ്ങളുടെ ജോലിയിൽ തടസ്സമുണ്ടാക്കരുത്. പരിഹസിക്കലും കളിയാക്കലും ഒക്കെ ആ കയറ് കെട്ടിയതിൻ്റെ അപ്പുറത്ത്. ചെല്ലേ, അങ്ങോട്ട് ചെല്ലാൻ. ഞങ്ങൾ ഒരു പരാതി പറയാൻ വന്നതാണ്. എന്ത് പരാതി? അത് ഞങ്ങൾ മേലുദ്യോഗസ്ഥരെ അറിയിച്ചോളാം. നിങ്ങൾ പോയി ശതാധിപനെ വിളിച്ചോണ്ടുവരൂ.
ഹും, അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ഒരു റോമൻ സൈനികൻ നമ്മുടെ ദേഹത്ത് കയറേണ്ട കാര്യമില്ല. നമ്മളെ ഭരിക്കാൻ നമുക്ക് നമ്മുടേതായിട്ടുള്ള നിയമങ്ങളുണ്ട്. പറഞ്ഞത് ശരിയാ. എന്തു ശരി? നമ്മുടെ യഹൂദ നിയമങ്ങൾ മാത്രം ആശ്രയിച്ചിരുന്നെങ്കിലേ ഇവൻ ഇങ്ങനെ കുരിശി കിടക്കില്ലായിരുന്നു. റോമൻ നിയമത്തിന്റെ ബലം കൊണ്ടാ ഇവൻ ക്രൂശിക്കപ്പെട്ടത്. ഒന്നും രണ്ടും അല്ല, പറയുന്നത്ര വെള്ളി നാണയങ്ങളാ കള്ളസാക്ഷി പറഞ്ഞവർക്ക് എണ്ണിക്കൊടുത്തേ. ഒറ്റിത്തരാൻ വേണ്ടിയിട്ടേ ഇവന്റെ തന്നെ ശിഷ്യന് കൊടുക്കേണ്ടി വന്നു 30 വെള്ളിക്കാശ്. ഞാനാണ് ശതാധിപൻ. ആർക്കോ എന്തോ പരാതി ഉണ്ടെന്ന് പറഞ്ഞു. ഉണ്ട്. എന്താണ് പരാതി? നിങ്ങൾ ഈ പലകയിൽ എഴുതി വച്ചിരിക്കുന്നത് തെറ്റായ കാര്യങ്ങളാണ് ശതാധിപൻ. തെറ്റായ കാര്യങ്ങളോ? എനിക്ക് മനസ്സിലായില്ല. യേസൂസ് നസറായനോസ് റെക്സ് എവദിയോരും, യഹൂദരുടെ രാജാവായ നസറായൻ യേശു. ഇവൻ ഞങ്ങളുടെ രാജാവല്ല, താൻ യഹൂദരുടെ രാജാവാണെന്ന് അവൻ പറഞ്ഞു എന്നാണ് എഴുതേണ്ടത്. ഈ കാര്യത്തിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. മുകളിൽ നിന്നും പറഞ്ഞതനുസരിച്ചാണ് ഞങ്ങൾ എഴുതി വച്ചിരിക്കുന്നത്. എന്തെങ്കിലും പരാതിയുണ്ടെങ്കിൽ പീലാത്തോസിന്റെ കൊട്ടാരത്തിൽ പോയി പറയൂ. അദ്ദേഹം പറയുകയാണെങ്കിൽ ഞങ്ങൾ തിരുത്തി എഴുതാം. ഞങ്ങൾ ഇപ്പൊ തന്നെ പീലാത്തോസിന്റെ കൊട്ടാരത്തിലേക്ക് പോവുക. ഇത് മാറ്റി എഴുതാനുള്ള എഴുത്ത് പലക ശരിയാക്കി വെച്ചേക്ക്. വാടാ. പോയോ നാശങ്ങള്? ഇവർക്കിനിയും മതിയായിട്ടില്ലേ? കള്ളക്കുറ്റം ചുമത്തിയും കള്ളസാക്ഷ്യം പറയിപ്പിച്ചും ഒരു സാധു മനുഷ്യനെ കൊന്ന് കുരിശിൽ കയറ്റിയിട്ടും തീർന്നിട്ടില്ല അവരുടെ ദേഷ്യം. അല്ലെങ്കിലും സമൂഹത്തിൽ സത്യം വിളിച്ചു പറയുന്നവന്റെ ഗതി എന്നും ഇതുതന്നെയാ. നിന്റെ നിലപാടാ ശരി. കയ്യിൽ കിട്ടുന്ന കുറ്റവാളികളുടെ ചരിത്രം പരിശോധിക്കാതെ ശിക്ഷ നടപ്പാക്കുക. കള്ളക്കുറ്റം ചുമത്തപ്പെട്ട ഇതുപോലുള്ള ചില കുറ്റവാളികളുടെ ചരിത്രം പരിശോധിച്ചാൽ ശിക്ഷ നടപ്പാക്കാൻ ചിലപ്പോൾ കൈവിറയ്ക്കും. എന്തോ ഒരു കാര്യം കൂടി ചെയ്യാൻ ബാക്കിയുണ്ടെന്ന് പറഞ്ഞല്ലോ. നാളെ സാബത്ത് ദിവസമാണത്രേ. സാബത്തിൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാൻ പാടില്ല. അതുകൊണ്ട് ശിക്ഷിക്കപ്പെട്ടവരുടെ കാലുകൾ തകർത്ത് ശരീരങ്ങൾ കുരിശിൽ നിന്നും താഴെ ഇറക്കാൻ പീലാത്തോസിന്റെ ഉത്തരവുണ്ട്. ആ 2 കള്ളന്മാരുടെ കാലുകൾ തകർക്കണം. അപ്പോ ഇവന്റെയോ? ഇവൻ പണ്ടേ മരിച്ചു കഴിഞ്ഞതല്ലേ. അത് ഉറപ്പുവരുത്തണ്ടേ? മനസ്സിലായില്ല. സാധാരണ കുരിശിലേറ്റപ്പെട്ടവർ മരിച്ചുവെന്ന് ഉറപ്പുവരുത്തുന്നത് പോലെ കുന്തം കൊണ്ടവന്റെ പാർശ്വത്തിൽ കുത്തണം. ലൊങ്കിനോസ്! ഇത്രയൊക്കെ ചോര കണ്ടിട്ടും നിനക്ക് മതിയായില്ലേ? ഇല്ല ശതാധിപൻ, രക്തത്തിന്റെ മണമിങ്ങനെ ശ്വസിക്കുമ്പോ ഒരു തരം സുഖമാണ്, സന്തോഷമാണ്, ലഹരിയാണ്. ഇന്നാ നിനക്കിഷ്ടമുള്ളത് ചെയ്യ്. ശതാധിപൻ, എനിക്ക് കാഴ്ച കിട്ടിയിരിക്കുന്നു. എനിക്ക് കാഴ്ച കിട്ടിയിരിക്കുന്നു. ഈ പൊട്ടക്കണ്ണിന് കാഴ്ച കിട്ടിയിരിക്കുന്നു. എനിക്കിപ്പോ 2 കണ്ണും കാണാം. എനിക്ക് കാണാം. എന്റെ 2 കണ്ണുകൾ എനിക്ക് കാണാം. ദൈവമേ, ദൈവമേ!
പറഞ്ഞില്ലേ ലൊങ്കിനോസ്, ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു. അന്ത്രയോസ്, ഓ, നീയായിരുന്നോ? ഇതെവിടെയുണ്ട്? അവിടെ വെച്ചേക്ക്. എന്തു പറ്റി? ഒരു വിഷാദഭാവം. ഹേയ്, ഒന്നുമില്ല. അല്ല, നിങ്ങൾ വരുന്നില്ലേ എവിടേക്ക്? ഗാഗുൽത്തായിലേക്ക്? ഈ ഭാഗത്തൊന്നും ആരുമില്ല, എല്ലാവരും അവിടെയാ യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നത് കാണാൻ. നീ മദ്യപിച്ചിട്ടുണ്ടോ? ശ്ശോ, മദ്യപിച്ചിട്ടുണ്ടെന്നല്ല, മദ്യപിച്ചോണ്ടിരിക്കുക. ഈ യേശുവിനെതിരെ സാക്ഷി പറഞ്ഞപ്പോഴേ, അല്ല, ഈ കള്ളസാക്ഷി പറഞ്ഞപ്പോഴേ അവര് കുറച്ച് വെള്ളിക്കാശ് തന്നു. കുറ്റം പറയാൻ പാടില്ലല്ലോ, മാന്യന്മാരാട്ടോ. ചോദിച്ചത് മുഴുവൻ ഒരു കിഴിയിലാക്കി മുട്ട് തന്നു. അതിന്ന് കുറച്ചെടുത്ത് മദ്യം വാങ്ങി. ജീവിതം ആസ്വദിക്കാനുള്ളതല്ലേ അന്ത്രയോസേ? ആസ്വദിക്ക്, നന്നായി ആസ്വദിക്ക്. അതെന്താ അന്ത്രയോസേ ഒരു മൊന വെച്ചുള്ള സംസാരം? ഞാൻ ഗാഗുൽത്തായിലേക്ക് പോവാ. യേശു ഇങ്ങനെ കുരിശിൽ മരിച്ചു കിടക്കുന്നത് കാണാൻ ഒരാഗ്രഹം. അവനെതിരെ സാക്ഷി പറഞ്ഞതല്ലേ? നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ വാ. ഞാൻ വരുന്നില്ല മത്തിയാസേ. ആ കുരിശുണ്ടാക്കിയത് ഞാനാ. പാരമ്പര്യമായി ലഭിച്ച തച്ചമ്പണി ചെയ്ത് ആദ്യമായ കൈ വിറയ്ക്കുന്നേ. അളവുകളെല്ലാം തെറ്റി. എത്ര ശ്രമിച്ചിട്ടും കൂട്ടിയോജിപ്പിക്കാൻ കഴിയുന്നില്ല. എങ്ങനെയോ നിർമ്മിച്ചു കൊടുത്തുവെന്നേയുള്ളൂ. ആ കുരിശിൽ അവനങ്ങനെ മരിച്ചു കിടക്കുന്നത് കാണാൻ ശക്തിയില്ലാത്തതുകൊണ്ടാ. എല്ലാവരും കൂടി ഒരു പ്രവാചകനെ ശാപം കിട്ടും മത്തിയാസേ. ശരിയാ, ശാപം കിട്ടും. തലമുറകളോളം നീണ്ടിരിക്കുന്ന ശാപം. പക്ഷേ ആ ശാപത്തില് കള്ളസാക്ഷി പറഞ്ഞ ഞാൻ മാത്രല്ല, കുരിശുണ്ടാക്കിയാൽ നിങ്ങളും ഉൾപ്പെടും. അന്ത്രയോസ്, അന്ത്രയോസ്, എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടി അന്ത്രയോസ്. ഇതെങ്ങനെ സംഭവിച്ചു? നാളെ സാപത്തായതുകൊണ്ട് കുരിശിൽ തറയ്ക്കപ്പെട്ടവരുടെ കണങ്കാലുകൾ തകർത്ത് ശരീരങ്ങൾ താഴെ ഇറക്കണമെന്ന് പീലാത്തോസിന്റെ ഉത്തരവ്.
യേശു മുൻപേ മരിച്ചു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് അവന്റെ പാർശ്വത്തിൽ ഞാൻ കുന്തം കൊണ്ട് കുത്തി. അവിടെ നിന്നും തെറിച്ച രക്തവും വെള്ളവും എന്റെ ഈ പൊട്ട കണ്ണിലാ വന്ന് വീണേ. അപ്പൊ തന്നെ എനിക്ക് കാഴ്ച കിട്ടി. മരിച്ചിട്ടും അവൻ എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചു. ഞാൻ പറഞ്ഞില്ല ലോങ്കിനോസ്, അവനൊരു പ്രവാചകനായിരുന്നു. അല്ല, നീ പറഞ്ഞതുപോലെ അവനൊരു പ്രവാചകനല്ല, ദൈവമായിരുന്നു. ദൈവമേ, ഞാൻ അങ്ങയെ തിരിച്ചറിയാതെ പോയി. ഒരുപാട് വേദനിപ്പിച്ചു. മാപ്പ്, എന്നോട് ക്ഷമിക്കൂ. സാരമില്ല ലോങ്കിനോസ്, ഇസ്രായേൽ ജനത്തിന്റെ കൊടും ക്രൂരതകൾക്ക് മാപ്പ് കൊടുത്തവൻ ആ ദൈവം നമ്മളോട് ക്ഷമിക്കാതിരിക്കില്ല. അന്ത്രയോസ്, ഈ ലൊങ്കിനോസ് എന്ന പടയാളി ഈ നിമിഷം ഒരു തീരുമാനമെടുക്കുക. റോമാ സാമ്രാജ്യത്തിന്റെ വെറും ഒരു പടയാളിയല്ല ഞാനിനി. ദൈവത്തിന് വേണ്ടി പോരാടുന്ന ദൈവത്തിന്റെ പടയാളി. ദൈവം ചിലപ്പോൾ അങ്ങനെയാണ്. തന്നെ കുത്തിമുറിവേൽപ്പിക്കുന്നവരുടെ ജീവിതത്തിൽ പോലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. എന്തിനാണെന്നോ, ആ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കാൻ, നന്മയുള്ളതാക്കി തീർക്കാൻ. ശക്തമായ പ്രതിജ്ഞ പോലെ തന്നെ ലൊങ്കിനോസ് ദൈവത്തിന്റെ പടയാളിയായി മാറി. ആദിമസഭയിലെ ശക്തനായ നേതാവായിരുന്നു അദ്ദേഹം. ദൈവത്തിനും സഭയ്ക്കും വേണ്ടി പ്രവർത്തിച്ച ധീരയോദ്ധാവ്. അതുകൊണ്ട് തന്നെ ദൈവം അദ്ദേഹത്തെ വിശുദ്ധിയിലേക്ക് ഉയർത്തി. അദ്ദേഹം ഇന്ന് വിശുദ്ധ ലൊങ്കിനോസാണ്.